വാർത്തയിലേക്ക് വിശദമായി. തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് പോലീസ് പുറത്തിറക്കിയ സർക്കുലറിനെ ചൊല്ലി വിവാദം. ഒരു നിറത്തിലുള്ള കൊടി മാത്രം അനുവദിക്കാനാവില്ലെന്നും രാഷ്ട്രീയ നിഷ്പക്ഷത പുലർത്തുന്ന തരത്തിൽ അലങ്കാരങ്ങൾ വേണമെന്നുമാണ് പോലീസ് സർക്കുലർ. എന്നാൽ കാവിക്കൊടി വിലക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ നീക്കമാണ് നടക്കുന്നതെന്നാണ് ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ആരോപണം. രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കുന്നതിനാണ് ഇത്തരം നിർദ്ദേശം നൽകിയതെന്ന് പോലീസും വിശദീകരിക്കുന്നു. ഹിന്ദു ആചാരങ്ങൾ തകർക്കാനുള്ള ബോധപൂർവ ശ്രമമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു. കാവിക്കളറിൽ അലങ്കരിക്കുന്നത് ആദ്യമായിട്ടല്ല. ഇതിനു മുമ്പും കാവിക്കളറിൽ കൊടിയും കാവിയായ തോരണങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഇവിടെ ഉത്സവം നടത്താറുള്ളത്. അതിവിടെയെന്നല്ല, എല്ലാ ക്ഷേത്രങ്ങളിലും കാവിക്കളർ ഉപയോഗിച്ച് തന്നെയാണ് നടത്താറുള്ളത്. കാവിയല്ലാതെ ഇവിടെ പച്ചയോ മറ്റ് ചുവന്ന കൊടിയോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഭഗവധ്വജത്തിൻ്റെ കളറാണല്ലോ കാവി, അതല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഇപ്രാവശ്യം പതാക ഒഴിവാക്കിക്കൊണ്ട് കാവി തോരണം കെട്ടിക്കൊണ്ട് നമ്മൾ ഉത്സവം ഭംഗിയായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മതഭേദമന്യേ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ഗ്രാമോത്സവമായിട്ടാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതിനെയാണ് ബോധപൂർവം രാഷ്ട്രീയപരമായി ഹിന്ദുക്കളുടെ ആചാരങ്ങൾ തകർക്കണം, അനുഷ്ഠാനങ്ങൾ തകർക്കണമെന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനപരമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കമുണ്ടായിട്ടുള്ളത്. അത് പ്രതിഷേധാർഹമാണ്. അതിനെതിരെ ശക്തമായ ജനവികാരം ഈ പ്രദേശത്തുണ്ട്. ദേവസ്വം ബോർഡിൽ നിന്ന് കളക്ടറിൽ നിന്ന് ഓർഡർ മേടിച്ചാണ് ഉത്സവ മേഖല പ്രഖ്യാപിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ഉത്സവം ഭംഗിയാക്കുന്നതിന് ചെയ്യണം, അവിടുത്തെ ഉത്സവ കമ്മിറ്റിയുടെ ഉപദേശസമിതിയുടെയും തീരുമാനമാണ്. അതിൽ കൈകടത്തിക്കൊണ്ടാണ് ഇപ്രാവശ്യം ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞ 2017 ഉണ്ടായ വിഷയങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായിട്ടും കൊടി ഒഴിവാക്കപ്പെട്ടു. തോരണങ്ങൾ എന്ന് വെച്ചാൽ തോരണങ്ങൾക്ക് തുണിയായിപ്പോയി കാവി കളർ, അതാണ് ഇവിടുത്തെ വിഷയം. കാര്യം SHO വിളിക്കുന്നു, ഇവിടെ വന്ന് പോലീസ് പണിയെടുത്ത കോൺട്രാക്ടറോട് പറയുന്നു പണി നിർത്തിവെക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വ്യക്തതയില്ല. സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചർച്ച നടത്തുന്നു. ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നു പ്രശ്നമുണ്ട്. നമ്മൾ എന്താ പ്രശ്നം ഒന്ന് വ്യക്തമാക്കി തരണം. അത് അവിടെ കെട്ടിയ കൊടിമാരുടെ, നമ്മൾ കൊടി കെട്ടിയിട്ടില്ലല്ലോ, തോരണം മാത്രമല്ലേ. തോരണത്തിന് എന്താ പ്രശ്നം? അത് കാവി കെട്ടാൻ പാടില്ല, മൾട്ടി കളർ കെട്ടണമെന്ന്. ഞാൻ ചോദിച്ചു, ഇതൊരു എക്സിബിഷൻ സെൻറ്ററോ മറ്റുള്ള ഒരു ഉത്സവപ്പറമ്പ് ഇതൊന്നും അല്ല. കാര്യം ഏതെങ്കിലും സംഘടനകളുടെ ഇതോ അല്ലെങ്കിൽ ഓണാഘോഷമോ ബന്ധമല്ല, മൾട്ടി കളർ. ഇത് അമ്പലമാണ്, അതുകൊണ്ടാണ് കാവി കെട്ടിയത്. കാവി കെട്ടാൻ പാടില്ല, കാവി ഒഴിച്ച് വേറെ ഏത് കളറും കെട്ടാം. ഡാൻ കുര്യനുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഒരേ നിറത്തിലുള്ള കൊടി മാത്രം പാടില്ലെന്ന സർക്കുലറാണ് വിവാദത്തിലായിരിക്കുന്നത്. ക്ഷേത്രം അധികൃതരുടെ ഒപ്പം തന്നെ ഈ സർക്കുലർ വിവാദമായതിനു ശേഷമുള്ള പോലീസിന്റെ നിലപാടെന്താണ്? ഇപ്പോഴെന്താണ് സാഹചര്യം? രണിക, 850 വർഷം പഴക്കമുള്ള ആചാരങ്ങളും ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. വെള്ളായണി മേജർ ദേവി ക്ഷേത്രത്തിൽ ഫെബ്രുവരി 14 മുതൽ ഏപ്രിൽ മാസം 24-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള ഈ ഉത്സവം, മഹോത്സവം നടക്കുന്നത്. ഈ കാളിയൂട്ട് മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദിക്കുബലിയുണ്ട്. ആ ദിക്കുബലിയൊക്കെ മുന്നോടിയായിട്ടാണ് പോലീസ് കർശനമായ നിർദ്ദേശം ക്ഷേത്രം ഭാരവാഹികൾക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഇവിടെ ഒരു നിറത്തിലുള്ള കൊടി ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. ഇവിടെ ചില സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്നു. അതുകൊണ്ട് കൊടി തോരണങ്ങളിൽ ഒരു നിറം മാത്രം അനുവദിക്കാനാവില്ല. അത്തരത്തിൽ ഈ നിയമം ലംഘിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവ് ലംഘിച്ചാൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും, അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുമെന്നായിരുന്നു പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്ന സർക്കുലർ. ആ സർക്കുലറുമായി ബന്ധപ്പെട്ടാണ് വിവാദങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഒരു തരത്തിലും പോലീസിന്റെ ഈ നീക്കം അനുവദിക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തെ മുകളിൽ ഈ കൊടിത്തോരണങ്ങൾ, കാവി കളറിൽ മാത്രമുള്ള കൊടിത്തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ. എന്ത് തരത്തിലുള്ള നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായാലും ശക്തമായ ചെറുത്തുനിൽപ്പ് തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് ക്ഷേത്രം ഈ ഉത്സവ കമ്മിറ്റിയുടെ ചെയർമാൻ ഭുവനചന്ദ്രൻ ന്യൂസ് 18നോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരത്തിലൊരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നും അവർ പറയുന്നു. പക്ഷേ CPM ഇതുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയമായ ആരോപണങ്ങൾ തന്നെയാണ് മുമ്പോട്ട് വെക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഈ ക്ഷേത്ര ആചാരങ്ങളുടെ പേര് പറഞ്ഞ് RSSന്റെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ വെള്ളായണി ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത് എന്ന ആക്ഷേപമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പോലീസ് നിലവിൽ ഇതിനോടകം നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള സാമുദായിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യമാണ് വെള്ളായണി ക്ഷേത്ര പരിസരത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. രേണുക, ഡാൻ, ഈ
ഇങ്ങനെ ഒരു സർക്കുലറിന് കാരണമായി പറയുന്നത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അങ്ങനെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരേ നിറത്തിലുള്ള കൊടികൾ, തോരണങ്ങൾ അത് ഒഴിവാക്കിക്കൊണ്ട് പല നിറത്തിലുള്ളവ ഉപയോഗിക്കണമെന്നതാണ് ഈ സർക്കുലറിന്റെ ഉള്ളടക്കവും ഉദ്ദേശവും അതാണെന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ആ സർക്കുലർ കൊണ്ട് തന്നെ ഇതൊരു വലിയ വിവാദമായി മാറിയിരിക്കുന്നു. പ്രശ്നങ്ങളിലേക്കുള്ള ഒരു സാധ്യതയായി അത് മാറിയിരിക്കുന്ന സാഹചര്യമാണോ അവിടെയുള്ളത്? ആ സർക്കുലർ മറികടന്നുകൊണ്ട് ക്ഷേത്രം അധികൃതരും മറ്റും ഇത്തരം കൊടിതോരണങ്ങൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾക്കിടയാക്കുമോ? രേണുക, ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ നിന്ന് ലഭ്യമാകുന്ന, അതായത് പ്രാദേശിക തലത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം CPM ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രചരണങ്ങൾ ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ചെമ്പട്ടാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം അതുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ ചുവന്ന കൊടി CPMന്റെ ഭാഗത്ത് നിന്ന് കെട്ടുകയും മറുവശത്ത് ക്ഷേത്രം ഭാരവാഹികളും അല്ലെ BJP പ്രവർത്തകരുമൊക്കെ കാവിക്കൊടി മറുവശത്ത് നിന്ന് കെട്ടുകയും ചെയ്യുന്നത് പരസ്പരമുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി സ്ഥലത്ത് സമാധാനപരമായി ഈ 70 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം നടക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സർക്കുലർ തങ്ങൾ ഇറക്കിയിരിക്കുന്നത് എന്നൊരു വിശദീകരണം മാത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്തുദ്ദേശത്തോടെയാണോ അങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കിയത്, അതേ സർക്കുലർ തന്നെ വലിയ വിവാദങ്ങൾക്ക് ദേശീയ തലത്തിൽ ദേശീയ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങിയിരിക്കുന്നത് വെള്ളായണിയിൽ. തീർച്ചയായും ഡാൻ, ഇതിലിപ്പോൾ BJPയുടെ ഭാഗത്തു നിന്നും ഉള്ള നേതാക്കളുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. BJP RSS നേതാക്കൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ കഴിഞ്ഞ റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിച്ചത്. ഈ വെള്ളായണി ദേവീക്ഷേത്രവും അല്ലെങ്കിൽ അതിൻ്റെ പരിസരവും ഈ ഉത്സവമൊക്കെയായി ബന്ധപ്പെട്ട് ഏതാണ്ട് 3 നിയോജക മണ്ഡലങ്ങളുണ്ട്. അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് നേമവും കാട്ടാക്കടയും കോവളവും. ഈ 3 നിയോജക മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ദെക്കുബലി അടക്കം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 മണ്ഡലങ്ങളിലെ ജനങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിവാദമായി ഇതിനെ ഉയർത്തിക്കൊണ്ട് വരാനും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് BJPയുടെയും CPMന്റെയും ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോൺഗ്രസ് അടക്കം ഇക്കാര്യങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമായി ഉയർത്തിക്കൊണ്ട് വന്ന് അതിനെ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള പ്രചരണങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ പാർട്ടികളും പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തായാലും വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വൈകാരികമായ പ്രതികരണമാണ്. കാരണം 3 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു മഹോത്സവം, അതിൻ്റെ ഒരു കാർഷിക സംസ്കൃതിയുടെ പൈതൃകമായി ഉയർത്തി കാണിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ പരിശുദ്ധിയും പാവനതയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഉത്സവം കൊണ്ടാടുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അതിൽ മറ്റു തരത്തിലുള്ള സംഘർഷങ്ങൾക്കോ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾക്കോ ഒന്നും ഇട കൊടുക്കരുത് എന്ന ഒരു പൊതുവികാരം വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, എന്തായാലും പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇപ്പോൾ സർക്കുലർ വിവാദത്തിലായിരിക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ടായി വരികയാണ്. ഡാൻ കുര്യനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്ധനവില സെസ്സിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ശരണ്യ സ്നേഹജനുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഇന്ധന സെസ്സിലൊക്കെ പ്രതിഷേധിച്ച് സമരരംഗത്താണ് യൂത്ത് കോൺഗ്രസ്. ഇപ്പോഴെന്താണ് അവിടുത്തെ സാഹചര്യം? സംഘർഷം മാറിയോ? അവസ്ഥ മാറിയോ? രേണുക, 12:30 കൂടിയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ചുള്ള മാർച്ച് സംഘടിപ്പിച്ചത്. ആദ്യഘട്ടങ്ങളിൽ പ്രതിഷേധവുമായി വന്ന പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവർ കളക്ടറേറ്റിനുള്ളിലേക്ക് മതിൽ ചാടി, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മതിൽ ചാടി കടക്കുകയായിരുന്നു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷം കളക്ടറേറ്റിനുള്ളിൽ വെച്ച് ഉണ്ടായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കളക്ടറേറ്റിനുള്ളിലേക്ക് ഒരു വിഭാഗം ചാടി കയറിയപ്പോൾ
ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടുത്തെ ബാരിക്കേഡ് തകർക്കാനായി ശ്രമിച്ചു. അങ്ങനെ നിരന്തരം പോലീസുമായി ബാരിക്കേഡിനെ സംബന്ധിച്ച് പോലീസുമായി ഉള്ള ബലാബലം തന്നെയായിരുന്നു ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതിനിടയിൽ തന്നെ പല തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലത്ത് കിടന്ന് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകൾ കടുത്ത പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് അവർ സംഘടിപ്പിച്ചത്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതാണ്. പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മുമ്പിലും ഡാഷ്ബോർഡിലും ക്യാമറ ഘടിപ്പിക്കാൻ തീരുമാനം. ഡ്രൈവർമാരുടെ ലൈസൻസും പേരും കണ്ടക്ടറുടെ ലൈസൻസും ബസ്സിൽ പ്രദർശിപ്പിക്കും. ബസ്സുകൾ നിരീക്ഷിക്കുന്നതിന് ഓരോ ബസ്സുകളുടെയും ചുമതല ഓരോ ഉദ്യോഗസ്ഥന് നൽകുമെന്നും യോഗത്തിന് ശേഷം ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. ഇന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അടുത്ത മാസം 1-ാം തീയതിക്ക് മുമ്പായിട്ട്, മാർച്ച് മാസം 1-ന് മുമ്പ് പ്രൈവറ്റ് സ്റ്റേജ് കാരേജ് ബസ്സുകളിൽ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ പേരും അവരുടെ ലൈസൻസിന്റെ നമ്പറും, അതുപോലെ ആ ബസ്സിനകത്തുള്ള കണ്ടക്ടർ ലൈസൻസും ബസ്സിനകത്ത് കാണത്തക്ക രീതിയിൽ ഡ്രൈവറുടെ പുറകിലുള്ള ആ ഭാഗത്ത് ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഇരിക്കുന്ന സ്ഥലത്ത് പ്രദർശിപ്പിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ എന്തെങ്കിലും വയലേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അത് അറിയിക്കാനായിട്ട് ബന്ധപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്റെ ഫോൺ നമ്പർ കൂടി അവിടെ പ്രദർശിപ്പിക്കുന്നതാണ്. അതെ, ഏൽപ്പിക്കുന്നതല്ല, ഇത് അറിയിക്കേണ്ട ചുമതല ജില്ലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ മതിയല്ലോ. അത് ജില്ലാ തലത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ RTO ഓഫീസ്, അത് ഏത് ഓഫീസിന്റെ പരിധിയിലാണ് വരുന്നത്, അവിടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന് ചുമതല അദ്ദേഹത്തെ അറിയിക്കേണ്ടതാണ്. സുവി വിശ്വനാഥ് ഉണ്ട് വിവരങ്ങളുമായി. സുവി, കൊച്ചിയിലെ അലക്ഷ്യമായ ഡ്രൈവിംഗ് അതുണ്ടാക്കുന്ന അപകടങ്ങൾ, ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഒരു യോഗം ചേർന്നത്. ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ചില തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നു. എത്രമാത്രം പ്രായോഗികമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്? ഇത് കൊച്ചിക്ക് മാത്രം ബാധകമാകുന്നതാണോ? രേണുക, കൊച്ചിയിലെ വാഹനാപകടത്തെ തുടർന്നാണ് യോഗം വിളിച്ചത് എങ്കിലും സംസ്ഥാനത്തെ മുഴുവൻ വാഹനാപകടം കുറയ്ക്കുന്നതിനുള്ള ഒരു തീരുമാനമാണ്, അതിനുള്ള ഒരു യോഗമാണ് ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞത്. ഈ യോഗത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ, തൊഴിലാളികൾ എല്ലാവരും തന്നെ പങ്കെടുത്തിരുന്നു. അതിൽ നിർണായകമായ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഓരോ സ്വകാര്യ ബസ്സിന്റെയും KSRTC ബസിന്റെയും മുമ്പിലും ഡാഷ്ബോർഡിലും ഓരോ ക്യാമറ വീതം ഘടിപ്പിക്കണം. ആ ക്യാമറ KRSA നൽകും എന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ക്യാമറ ഈ മാസം ഫെബ്രുവരി 28-ന് മുമ്പ് തന്നെ ഘടിപ്പിക്കണം. ക്യാമറ ഇല്ലാത്ത ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഡ്രൈവർമാരുടെ ലൈസൻസും അതുപോലെ ലൈസൻസും പേരും കണ്ടക്ടറുടെ പേരും ലൈസൻസും ഇത് ബസ്സിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഓരോ ബസ്സും നിരീക്ഷിക്കുന്നതിന് ഓരോ ഉദ്യോഗസ്ഥനായിരിക്കും ചുമതല ഉണ്ടായിരിക്കുക. ഓരോ ബസ്സും നിയന്ത്രിക്കുന്നതിന് ഓരോ ഉദ്യോഗസ്ഥനായിരിക്കും ചുമതല ഉണ്ടായിരിക്കുക. മോട്ടോർ വാഹന വകുപ്പിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും ഈ ചുമതല ഉണ്ടായിരിക്കുക. ഒപ്പം തന്നെ ഈ ബസ്സുമായി ബന്ധപ്പെട്ട് എന്ത് നടന്നാലും ഈ ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും എന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഈ വാഹന ഉടമകൾ ഡ്രൈവറുടെ വിവരങ്ങൾ, കണ്ടക്ടറുടെയും വിവരങ്ങൾ RTO ഓഫീസിൽ മുൻകൂട്ടി നൽകണം എന്നും ശരി, സുവി വിശ്വനാഥാണ് എന്തായാലും വിവരങ്ങൾ നൽകിയത്. അപകടങ്ങൾ ഒഴിവാക്കുക, കുറയ്ക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോട് കൂടിയുള്ള തീരുമാനങ്ങളാണ്. നടപ്പാക്കാനായാൽ അത് സാധാരണക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഒരുപാട് ജീവനുകൾ നിരത്തിൽ പൊലിയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു യോഗവും ഇങ്ങനെയുള്ള തീരുമാനങ്ങളും ഉണ്ടായിട്ടുള്ളത്.
നമ്മൾ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോവുകയാണ്. BBC ഓഫീസുകളിൽ റെയ്ഡ്. ഡൽഹി, മുംബൈ ഓഫീസുകളിലാണ് റെയ്ഡ്. രാവിലെ 11:30 റെയ്ഡ് ആരംഭിച്ചത്. ജീവനക്കാരുടെ ഫോൺ പിടിച്ചെടുത്തു. അക്കൗണ്ട് ബുക്കുകളും ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ഉണ്ട്. കിരൺ, ഡോക്യുമെന്ററി വിവാദങ്ങൾക്കിടെയാണ് ഈ റെയ്ഡ് നടക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ? രേണുക, BBC-യുടെ ഡൽഹി, മുംബൈ ഓഫീസുകളിലാണ് ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദായനികുതി വകുപ്പിന്റെ ഒരു വലിയ ഉദ്യോഗസ്ഥ സംഘമാണ്. ഡൽഹി ഓഫീസിൽ ഏകദേശം 60-70 പേരടങ്ങുന്ന ഒരു സംഘമാണ് റെയ്ഡിന് നേതൃത്വം നൽകുന്നത്. മുംബൈയിലും സമാനമായി തന്നെ ഒരു വലിയ സംഘം തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ഈ രണ്ട് ഓഫീസുകളിലും ഒരേ സമയം റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയ്ഡിന് വേണ്ടി ഉദ്യോഗസ്ഥർ എത്തിയപ്പോൾ തന്നെ BBC ഓഫീസിൽ അപ്പോൾ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരോടും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകി. അവർ പുറത്തേക്ക് പോകാനോ പുറത്തുനിന്ന് ആർക്കെങ്കിലും അകത്തേക്ക് കടക്കാനോ ഈ സമയം അനുവദിക്കില്ല എന്നും പറയുന്നു. വിദേശ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ചില പരാതികളുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡും എന്നുമാണ് ഒരു വിശദീകരണം. ഔദ്യോഗികമായ വിശദീകരണം ആരുടെ ഭാഗത്തു നിന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ചില ഉദ്യോഗസ്ഥർ ഇത് റെയ്ഡ് അല്ല, കേവലം ഒരു സർവേ മാത്രമാണ്, ചില വിവരങ്ങൾ അറിയാൻ വേണ്ടി അവിടെ പോയതാണ്, അതിനെ റെയ്ഡായി കണക്കാക്കേണ്ട എന്നുള്ള വിശദീകരണവും നൽകുന്നുണ്ട്. എന്തായാലും ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. നമുക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത് ഈ രണ്ട് സ്ഥലത്തും വലിയ ഉദ്യോഗസ്ഥ സംഘത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ആദായ നികുതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. പൂർണ്ണമായും അവിടുത്തെ ഉദ്യോഗസ്ഥരെ ടെലിഫോൺ ഉപയോഗിക്കാൻ അനുവദിക്കാതെ അവരെ പുറത്തേക്കോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളവരെ അകത്തേക്കോ വിടാതെ പൂർണ്ണമായും അവരെ അവിടെ തന്നെ ബന്ദികളാക്കുക എന്ന് പറയുന്ന രീതിയിൽ തന്നെ അവിടെ തന്നെ നിൽക്കുന്ന സാധാരണ ചില റെയ്ഡുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന രീതി തന്നെയാണത്. അങ്ങനെ അവരെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. അത്തരം പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള പരിശോധനകളാണ് അവിടെ നടക്കുന്നത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെയും വ്യക്തമല്ല. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിശോധന നടക്കുന്നത് സംബന്ധിച്ച് BBC ഓഫീസിൽ ആദായ നികുതി വകുപ്പിന്റെ ഒരു പരിശോധന നടക്കുന്നത് സംബന്ധിച്ച് മറ്റൊരു വിവാദത്തിന്റെ പശ്ചാത്തലം കൂടിയുണ്ട്. BBC പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് സംബന്ധിച്ച ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കിയിരുന്നു. ആ ഡോക്യുമെന്ററിയെ ഇന്ത്യ ദി മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെന്ററി ആദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് അതിനെതിരെ സുപ്രീം കോടതിയെ ചിലർ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അങ്ങനെ അത് വിലക്കാൻ BBC-യെ വിലക്കാൻ തയ്യാറായില്ല. ഇത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ രാജ്യത്താകെ പൊട്ടിപ്പുറപ്പെടുകയും പ്രതിപക്ഷ പാർട്ടികളാകെ ഈ ഡോക്യുമെന്ററി ഏറ്റെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയും ഡോക്യുമെന്ററി വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ BBC ഓഫീസിലേക്ക് ഇത്തരത്തിൽ ഒരു റെയ്ഡ് നടക്കുന്നത്. രാഷ്ട്രീയ പകപോക്കൽ, രാഷ്ട്രീയ അടിയന്തരാവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണമാണ് ആദ്യം വന്നത്. അതോടൊപ്പം തന്നെ വിവരം ആദ്യം പുറത്തറിയിച്ചത് തൃണമൂൽ കോൺഗ്രസിന്റെ MP-യാണ്. തൃണമൂൽ കോൺഗ്രസ് MP-യുടെ ഭാഗത്തു നിന്നും അത്തരമൊരു ട്വീറ്റ് വന്നിരിക്കുന്നു. ഇത്തരം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദാനി വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പ്രതിരോധത്തിലായപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നതിന്റെ ഭാഗം കൂടിയാണ് എന്നത് ആരോപണം കൂടി വരുന്നു. കോൺഗ്രസ് ഇത് അടിയന്തരാവസ്ഥ തന്നെയാണ്. ആദ്യം ഡോക്യുമെന്ററി നിരോധിക്കാനുള്ള ശ്രമം നടത്തി, BBC-യെ നിരോധിക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ BBC ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരെയും ആദായ നികുതി വകുപ്പിനെയും പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നവരെക്കെതിരെയുള്ള ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ തെളിവായി കൂടിയാണ് കോൺഗ്രസ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ട് ഓഫീസുകളിലും എന്തായാലും ഇപ്പോൾ റെയ്ഡ് തുടരുകയാണ്. കിരൺ, മറ്റ് രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ വിമർശകരെ ഒക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നേരിടുന്നു എന്നൊരു ആക്ഷേപം കേന്ദ്ര സർക്കാരിനെതിരെ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇതൊരു മാധ്യമ സ്ഥാപനമാണ്. മാധ്യമ സ്ഥാപനത്തിൽ ഇത്തരമൊരു പരിശോധന എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി എത്രമാത്രമാണ്, എന്ത് കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ റെയ്ഡ് എന്നത് പറയുന്നില്ല. മാത്രവുമല്ല, സർവേ എന്ന് പറയുമ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ IT ഉദ്യോഗസ്ഥരെത്തി സർവേ എന്നത് എങ്ങനെ വിശദീകരിക്കും? രേണുകയുടെ ചോദ്യം പൂർണ്ണമായി ഞാൻ കേട്ടില്ല. പക്ഷേ ഈ മാധ്യമ സ്ഥാപനത്തിൽ സാധാരണഗതിയിൽ ഇത്തരം റെയ്ഡുകൾ നടത്താൻ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പരാതികളോ അത്തരം ഉണ്ടാവണം. പ്രത്യേകിച്ച് ഇത് BBC പോലൊരു സ്ഥാപനം, മറ്റൊരു ലണ്ടൻ ആസ്ഥാനമായുള്ള സ്ഥാപനമാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. ഇത്തരത്തിൽ റെയ്ഡുകൾ സാധാരണ നിലയിൽ നടത്താറില്ല. അതിൻ്റെ നയതന്ത്ര തലത്തിലടക്കം ഇതിന് ഇമ്പാക്റ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ BBC ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ആ ഡോക്യുമെന്ററിയുടെ പ്രദർശിപ്പിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് അതിലുള്ള കടുത്ത അനിഷ്ടം അല്ലെങ്കിൽ അതിനുള്ള കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇന്ത്യയിലെ സമൂഹ മാധ്യമങ്ങളിലാകെ അത് പ്രദർശിപ്പിക്കാൻ വിലക്ക് ഏർപ്പെടുത്തി. അത്തരം പ്രദർശനങ്ങൾ നടന്നിരുന്നില്ല. സ്വാഭാവികമായും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഏറ്റെടുക്കുകയും ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലായി പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരം പ്രദർശനം നടത്തി. കേരളത്തിലൊക്കെ ധാരാളമായി തന്നെ ഈ ഡോക്യുമെന്ററി പ്രദർശനം നടന്നു. ഡോക്യുമെന്ററിയുടെ അവസാനം മലയാളത്തിലുള്ള പരിഭാഷയടക്കം കേരളത്തിൽ പുറത്തു വന്നു. അങ്ങനെ മറ്റു പല ഭാഷകളിലും മറ്റു പല നാടുകളിലും ഇത്തരം പ്രദർശനങ്ങളൊക്കെ വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. അന്നു മുതൽ BBC-യുമായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു സംഘർഷത്തിൽ നിൽക്കുകയാണ്.
ഇതിനിടയിലാണ് സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതിയിൽ ഇത് നിരോധിക്കണമെന്ന ആവശ്യവുമായി ചിലർ സമീപിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതി അത്തരമൊരു നിരോധനത്തിന് തയ്യാറായില്ല. അങ്ങനെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഡോക്യുമെൻ്ററിയെ അങ്ങനെ നിരോധിക്കേണ്ടതില്ല എന്ന് BBC ഇന്ത്യയിൽ നിരോധിക്കണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. അത്തരം ആവശ്യങ്ങളൊക്കെ കോടതിയും തള്ളുകയായിരുന്നു. ഇപ്പോൾ ഇതേ തുടർന്നാണ് പ്രധാനമായും 2 ഓഫീസുകളാണ് BBCക്ക് ഉള്ളത്. ഒന്ന് മുംബൈയിലും ഒന്ന് ഡൽഹിയിലുമാണ്. ഈ 2 ഓഫീസുകളിലുമാണ് ഒരേ സമയം റെയ്ഡ് നടക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ വിശദീകരണം, എന്തുകൊണ്ടാണ് റെയ്ഡ് നടത്തുന്നതെന്ന് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു വിശദീകരണം ഇതുവരെ ആദായ നികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. ഇപ്പോഴത്തെ വിശദീകരണം അനുസരിച്ച്, ഇപ്പോഴത്തെ അനൗദ്യോഗികമായ വിശദീകരണം അനുസരിച്ച് ഇത് റെയ്ഡ് അല്ല, ഇതൊരു സർവേ മാത്രമാണ് എന്നതും ചില ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിശദീകരിക്കുമ്പോൾ തന്നെ 60-70 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഡൽഹിയിലെ ഓഫീസിൽ ഇപ്പോൾ ഇത് സർവേ നടത്തുന്നത്. സർവേ നടത്താൻ വേണ്ടി അത്രയേറെ വലിയ സംഘത്തിൻ്റെ ആവശ്യമില്ല എന്നതടക്കം സാമാന്യ യുക്തിക്ക് അല്ലെങ്കിൽ സാമാന്യ ബോധത്തിന് മനസ്സിലാവുന്നതാണ്. അവിടെ എത്തിയ ഉടൻ തന്നെ ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത്, ഈ ആദായനികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യം ചെയ്തത് അവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകുകയായിരുന്നു. ഒരാൾ പോലും പുറത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അകത്തേക്ക് കടക്കുകയോ ചെയ്യരുത്. ഈ ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ, അവിടുത്തെ ജീവനക്കാർ ഏതെങ്കിലും തരത്തിൽ പുറത്തേക്ക് ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ നൽകരുത് എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അവർക്ക് BBC-യുടെ ആസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ തന്നെ ഇന്ത്യയിലെ മറ്റ് മാധ്യമങ്ങളുമായൊക്കെ ബന്ധപ്പെടുന്നതിന് തടസ്സമുണ്ട്. അവരോടൊന്നും അകത്ത് നിൽക്കുന്ന ജീവനക്കാരുമായി കാര്യമായ രീതിയിലേക്ക് ബന്ധപ്പെടാനുള്ള അവസരം ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്കും കാര്യമായ രീതിയിൽ നൽകിയിട്ടില്ല. എന്തായാലും അവിടുന്ന് ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും അടക്കം സീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഏറ്റവും പുതിയ വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മറ്റ് കൂടുതൽ റെയ്ഡ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല. ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്, ആദായനികുതി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ അവിടെ റെയ്ഡ് നടത്തിയതിന് ശേഷം അവിടുത്തെ BBC-യിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശദീകരണം ലഭിക്കാതെ എന്താണ് പൂർണ്ണമായും അവിടെ എന്താണ് നടക്കുന്നതെന്ന് അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് വ്യക്തമാകുക. കിരൺ, ഇക്കാര്യത്തിൽ ഏജൻസികളെ അവരുടെ ജോലി ചെയ്യാൻ വിടൂ എന്നതാണ് പ്രാഥമികമായി ചില BJP നേതാക്കളുടെ പ്രതികരണമായി ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. റെയ്ഡിന് ശേഷം ഏജൻസിയുടെ വിശദീകരണത്തിന് ശേഷം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് അവർ പറയുന്നു. അതേസമയം ജയറാം രമേശിനെ പോലെയുള്ളവരൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. BBC-ക്ക് പിന്നാലെ കേന്ദ്ര സർക്കാർ എന്ന തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുമോ? ഈ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന സംഭവമായി ഇത് മാറുമോ? കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. ഏതായാലും BBC ഓഫീസുകളിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ്. ഡൽഹി, മുംബൈ ഓഫീസുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. രാവിലെ 11:30-നാണ് റെയ്ഡ് ആരംഭിച്ചത്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതൊരു സർവേ എന്ന നിലയിലാണ്, IT ഉദ്യോഗസ്ഥർ നടത്തുന്ന സർവേ എന്ന നിലയിലാണ് വാർത്ത നൽകുന്നത്. അങ്ങനെ ഒരു സർവേ നടക്കുന്നു എന്ന വിശദീകരണം തന്നെയാണ് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്നത്. അക്കൗണ്ട് ബുക്കുകളും മറ്റും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നു. ജീവനക്കാരുടെ ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ട്. ഈ ഡോക്യുമെന്ററി വിവാദത്തിനിടെ, BBC ഡോക്യുമെന്ററി വിവാദത്തിനിടെ നടക്കുന്ന റെയ്ഡ് എന്നതാണ് ഇപ്പോൾ ഇത്തരം ഒരു പരിശോധനയുടെ ഏറ്റവും വലിയ പ്രാധാന്യവും. അത് അത്തരം ഒരു പരിശോധനയുടെ പകപോക്കൽ എന്ന നിലയിൽ ആണോ ഈ പരിശോധന എന്നതാണ് കാണേണ്ടത്. അത്തരം വിശദീകരണങ്ങൾ, അത്തരം പ്രതികരണങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുമൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. നമുക്കൊപ്പം ഇപ്പോൾ JB മേത്തർ MP ചേരുകയാണ്. ശ്രീമതി JB മേത്തർ, BBC ഓഫീസുകളിൽ പരിശോധന നടക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. ഡൽഹിയിലും മുംബൈയിലും പരിശോധന നടത്തുന്നു. IT വിഭാഗമാണ് പരിശോധന നടത്തുന്നതെന്നാണ് അറിയുന്നത്. ഈ സാഹചര്യത്തിൽ ഇപ്പോഴുള്ള ഈ ഒരു പരിശോധനയെ താങ്കൾ എങ്ങനെ കാണുന്നു? മാധ്യമരംഗത്തെ മുഴുവനായും ഗവൺമെന്റിന്റെ കീഴിൽ അത് ഭീഷണിപ്പെടുത്തിയാണെങ്കിലും, ഭീഷണിയുടെ സ്വരമാണെങ്കിലും, ത്രെട്ടൻ ചെയ്തിട്ടാണെങ്കിലും, ഗവൺമെന്റ് ഏജൻസീസിനെ ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും മാധ്യമ മേഖലയെ മുഴുവനായും, അത് മാധ്യമ ഓണേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ജേർണലിസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും പ്രിന്റ് മീഡിയ ആണെങ്കിലും എല്ലാം ഒരു അതാണ് ഈ ഗവൺമെന്റിന്റെ ഒരു രീതി എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഇപ്പോൾ BBC-യെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു ഡോക്യുമെന്ററി അത് കൊണ്ടുവരുന്ന ഗവൺമെന്റിന് ഉണ്ടാക്കിയ ഒരു അസ്വസ്ഥതയുടെ ഒരു പ്രതികാരം വീട്ടുന്നതായിട്ട് തന്നെയാണ് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെ BBC അത്തരം ഒരു ഡോക്യുമെന്ററി ചെയ്യുമ്പോൾ അവർക്കെതിരെ എങ്ങനെ മൂവ് ചെയ്യും, അല്ലെ അവർക്ക് അതുകൊണ്ട് എന്ത് നടക്കാനാണ്, എന്ത് തരത്തിൽ പ്രതികരണം ഉണ്ടാകും എന്ന് കരുതിയിരുന്നു? പക്ഷേ അതും സാധ്യമാണ്. BBC-ക്കെതിരെയും അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കാൻ സാധ്യമാണ് എന്ന് തെളിയുകയാണോ? ഇത് ഹിറ്റ്ലറുടെ കാലഘട്ടം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റാലിന്റെ കാലഘട്ടം ഇതെല്ലാം നമ്മുടെ രാജ്യത്തും നടപ്പാക്കുന്നതിന്റെ
ഓരോ ലിങ്കുകളാണ് ഈ കാര്യങ്ങളെല്ലാം. അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം അടിച്ചമർത്തുക, അത് ലോക്സഭയിലും രാജ്യസഭ പോലെയുള്ള ഏറ്റവും കൂടുതൽ ഡിബേറ്റ് വേണ്ട സ്ഥലങ്ങളിൽ പോലും അത് അനുവദിക്കാതിരിക്കുക. ഇനി പ്രതിപക്ഷം അത് പ്രതിഷേധിച്ചാൽ പോലും അത് സൻസദ് ടിവിയിലൊന്നും കാണിക്കാതിരിക്കുക. അങ്ങനെ പ്രതിപക്ഷമാണെങ്കിലും മാധ്യമമാണെങ്കിലും ഒരു ജനാധിപത്യത്തിൽ വേണ്ട എല്ലാത്തിനെയും അടിച്ചമർത്തുന്ന ഒരു ഏറ്റവും കൂടുതൽ ഒരു ഹിറ്റ്ലർ ഭരണ രീതിയിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങുന്നത് എന്നുള്ളത് വളരെ ഖേദകരമാണ്. വളരെ നന്ദി ശ്രീമതി JB മേത്തർ, ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ഇപ്പോൾ ശ്രീ MA ബേബി CPM പോളിറ്റ് ബ്യൂറോ അംഗം നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ശ്രീ MA ബേബി, BBC ഓഫീസുകളിലെ റെയ്ഡ് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ബാക്കി പത്രമാണ് റെയ്ഡ് എന്നാണോ താങ്കൾ കരുതുന്നത്? ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെ ഡൽഹിയിലെ ഓഫീസുകളിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആദായ നികുതി വകുപ്പ് ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഡൽഹിയിലെ AKG ഭവനിൽ ഞങ്ങൾക്കിപ്പോ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ലഭിച്ചു. അത്യന്തം ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾക്കും മാധ്യമ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശങ്ങൾക്കും എല്ലാം എതിരായിട്ടുള്ള നിരന്തരമായ കടന്നാക്രമണങ്ങളാണ് കേന്ദ്ര BJP ഗവൺമെന്റിൽ നിന്നും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ 2002 ഗുജറാത്തിലെ കൂട്ടക്കൊലയെ കുറിച്ചും അതിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഗുജറാത്ത് സംസ്ഥാന ഭരണ സംവിധാനത്തിനുമുള്ള പങ്കിനെ കുറിച്ചുമെല്ലാം വളരെ കൃത്യവും സൂക്ഷ്മവുമായ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന BBC-യുടെ ഈ സമീപകാലത്ത് 2 ഭാഗങ്ങളായിട്ട് വന്ന ഡോക്യുമെന്ററി തന്നെ ആവണം BBC-ക്ക് നേരെ ഇത്തരത്തിലുള്ള അന്വേഷണം എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള ഇത്തരം ഒരു റെയ്ഡ് നടത്താനും ആക്രമണം നടത്താനും കേന്ദ്ര BJP ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക എന്ന് വേണം ന്യായമായും സംശയിക്കാൻ. ഇതൊരൊറ്റപ്പെട്ട കാര്യമല്ല. തങ്ങളെ വിമർശിക്കുന്നവരെല്ലാം കടന്നാക്രമിക്കുക. ഇത് NDTV-ക്ക് നേരെ നേരത്തെ ഉണ്ടായി. NDTV-ക്ക് നേരെ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള റെയ്ഡുകളും കടന്നാക്രമണങ്ങളും നടത്തി ഒടുവിൽ ചില കുരുട്ടുവിദ്യകളിലൂടെ NDTV-യെ നരേന്ദ്രമോദിയുടെ വിശ്വസ്ത സുഹൃത്ത് കോടീശ്വരൻ ഗൗതം അദാനി NDTV-യെ സ്വന്തമാക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ കലാശിച്ചു. BBC-യുടെ കാര്യത്തിൽ അങ്ങനെ പല ലക്ഷ്യങ്ങൾ ഇവർക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ദ വയർ എന്ന് പറയുന്ന സ്വതന്ത്രവും നിർഭയവുമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടൽ അതിനെതിരായിട്ട് കടന്നാക്രമണങ്ങൾ നടത്തി. ന്യൂസ് ക്ലിക്ക് എന്ന സ്വതന്ത്രമായ പുരോഗമന ന്യൂസ് പ്ലാറ്റ്ഫോം അതിനെതിരായിട്ട് കടന്നാക്രമണങ്ങൾ നടത്തി. അപ്പം ഇത് നരേന്ദ്രമോദി ഗവൺമെന്റ് ജനാധിപത്യ വിരുദ്ധമായി പത്രസ്വാതന്ത്ര്യത്തിന് നേരെയെല്ലാം നടത്തുന്ന പൊതുവായ അവരുടെ കടന്നാക്രമണങ്ങളുടെ ഭാഗമാണ്. തങ്ങളെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കുക, ആ നയമാണ് അവർ പിന്തുടരുന്നത്. ഇതിനെ ശക്തമായി അപലപിക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ഈ സമയം റെയ്ഡ് നടക്കുന്ന ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇതിപ്പോൾ രാജ്യത്തിനുള്ളിലുള്ള ഒരു മാധ്യമ സ്ഥാപനമല്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യാഘാതം എന്താകും എന്നാണ് താങ്കൾ കരുതുന്നത്? നമുക്കറിയാം നമ്മുടെ രാജ്യം മാധ്യമ സ്വാതന്ത്ര്യത്തിൽ വളരെ പിന്നിലാണ്. സാമ്പത്തിക ശക്തിയായി 5ാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും മാധ്യമ സ്വാതന്ത്ര്യം വളരെ പിന്നിലുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് വലിയ പ്രതികരണങ്ങൾക്ക് ഇട നൽകും എന്നാണോ താങ്കൾ കരുതുന്നത്? ഒന്നാമത് ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകരും പൗരാവകാശങ്ങളും ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങളും മാധ്യമ സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഇന്ത്യയിലെ എല്ലാവരും ഈ BBC-ക്കെതിരായിട്ടുള്ള കടന്നാക്രമണത്തിനെതിരായി രംഗത്ത് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BBC-യെ ഒരു സാമ്രാജ്യത്വ മാധ്യമ സ്ഥാപനമെന്ന് മുദ്രയടിക്കുന്നതിനകത്ത് അർത്ഥമില്ല. ബ്രിട്ടനിൽ പ്രവർത്തിക്കുന്ന BBC ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. BBC തെറ്റായ എന്തെങ്കിലും വാർത്തയോ വിശകലനമോ കൊടുത്താൽ അതിനെ നമുക്ക് വിമർശിക്കാം, അതിനെ നമുക്ക് തുറന്നു കാണിക്കാം. പക്ഷെ ഇവിടെ ഇപ്പോൾ BBC ഡോക്യുമെന്ററിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ആനന്ദ് പട്വർദ്ധനെ പോലെയുള്ള ഇന്ത്യയിലെ പ്രസിദ്ധരായ ചലച്ചിത്രകാരന്മാർ, അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററിയിൽ അദ്ദേഹം ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചതാണ്. അതുപോലെ ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകർ പലരും ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ്. കടമ്പനിട്ട രാമകൃഷ്ണന്റെ പ്രസിദ്ധമായ
ക്യാ ക്യാ എന്ന ശീർഷകത്തിൽ ഹിന്ദിയിലെ വാക്കാണ് ക്യാ, എന്താണ് എന്ന വാക്ക്. ആ പേരിലുള്ള കവിതയിൽ കടമ്മനിട്ട് രാമകൃഷ്ണൻ വിശദീകരിച്ചത് ഗുജറാത്തിൽ നടന്ന ഈ RSS BJP അഴിഞ്ഞാട്ടമാണ്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്നു. അപ്പൊ പൗരാവകാശങ്ങളും മാധ്യമ സ്വാതന്ത്ര്യങ്ങളും സംരക്ഷിക്കപ്പെടണം ഇന്ത്യയിൽ എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇതിനെ ഒരു വലിയ ഭീഷണിയായി അടയാളമായി എടുത്തുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പൗരാവകാശങ്ങൾക്ക് വേണ്ടി, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സമരരംഗത്ത് മുന്നോട്ട് വരും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം എങ്ങനെയാണ് കടന്നാക്രമിക്കപ്പെടുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നോം ചോംസ്കിയെ പോലുള്ളവർ ഒരുപക്ഷെ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ സന്നദ്ധമാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെ നന്ദി ശ്രീ എം എ ബേബി. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 11:30 ഡൽഹിയിലെയും മുംബൈയിലെയും BBC ഓഫീസുകളിൽ റെയ്ഡ് ആരംഭിച്ചത്. ഇപ്പോഴും റെയ്ഡ് തുടരുന്നു. ജീവനക്കാരുടെ ഫോൺ പിടിച്ചെടുത്തു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളുണ്ട്. അക്കൗണ്ട് ബുക്കുകളും ആദായ നികുതി വകുപ്പ് പരിശോധിച്ചു. നികുതി വെട്ടിപ്പ് നടന്നു എന്നതാണ്, അത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് എന്നതാണ് ഔദ്യോഗികമായി അല്ലാതെ പുറത്തുവരുന്ന ചില വിവരങ്ങൾ. അത് സംബന്ധിച്ചുള്ള പരിശോധനകളാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കിരൺ ബാബു കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. കിരൺ, BBC ഡോക്യുമെന്ററി ബ്രിട്ടീഷ് സർക്കാരിന്റെ തന്നെ ഒരു രേഖയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. അങ്ങനെ വന്ന ഒരു ഡോക്യുമെന്ററി അത് ഇതിനോടകം തന്നെ വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്തു. അതിനു പിന്നാലെ ആ മാധ്യമ സ്ഥാപനത്തിൽ ഇത്തരമൊരു റെയ്ഡ് നടക്കുന്നു എന്നത് അതൊരു പകപോക്കൽ നടപടിയാണോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയർത്താനിടയാകും. രാഷ്ട്രീയമായ അത്തരം ആരോപണങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉയർന്നതിനും ഇടയാക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ഇതിന്റെ ഒരു പ്രതിഫലനം എന്താകും എന്നാണ് കരുതുന്നത്? ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തെ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ ഇത് പ്രതിഫലിക്കാനുള്ള ഇടം വരുത്തുമോ? എന്തായാലും ബ്രിട്ടൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുക സാധ്യമാകുമോ? രേണുക, അസാധാരണമായ ഒരു നടപടിയാണ് ആദായ നികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. BBC പോലെ ലോകമാകെ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും വന്നിട്ടില്ല. അനൗദ്യോഗികമായ വിശദീകരണം, ഇത് റെയ്ഡ് അല്ല, ഇത് ഒരു പരിശോധന മാത്രമാണ്, ചില വിവരങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു സർവേയുടെ ഭാഗമായിട്ടുള്ള പരിശോധന മാത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ സർവേയുടെ ഭാഗമായി പരിശോധന എന്നൊക്കെ ചില വിഭാഗം ഉദ്യോഗസ്ഥർ അനൗദ്യോഗികമായി അവകാശപ്പെടുമ്പോഴും അവിടെ ചെന്ന ഉദ്യോഗസ്ഥർ, ഒരു സംഘമായുള്ള ഉദ്യോഗസ്ഥരാണ് അവിടെ 2 ഓഫീസുകളിലും എത്തിയത്. ഡൽഹിയിലെ ഓഫീസിലും മുംബൈയിലെ ഓഫീസിലുമാണ് എത്തിയത്. ഈ 2 ഓഫീസുകളിലും എത്തിയവർ ആദ്യം തന്നെ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ നിർദ്ദേശം നൽകിയായിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അകത്തേക്കോ പുറത്തേക്കോ അവർ നടത്തരുത് എന്നുള്ള കർശനമായ നിർദ്ദേശം തന്നെ നൽകിയിട്ടുണ്ട്. ചില പ്രധാനപ്പെട്ട റെയ്ഡുകളിലൊക്കെയാണ് ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു തരത്തിലും പുറത്തേക്കോ അകത്തേക്കോ കമ്മ്യൂണിക്കേഷനുള്ള നിർദ്ദേശങ്ങൾ ഒഴിവാക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കും പുറത്തു പോകാനോ അല്ലെങ്കിൽ പുറത്തു നിന്ന് ഒരാളെയെങ്കിലും ഓഫീസിലേക്ക് കയറ്റാനോ പാടില്ല എന്നുള്ളതും കർശനമായ നിർദ്ദേശം നൽകി. അതൊരു ഐസൊലേറ്റഡ് പ്ലേസ് ആക്കി നിർത്തിക്കൊണ്ട് അവിടെ പരിശോധനകൾ നടക്കുകയാണ്. ഏതെല്ലാം തരത്തിലുള്ള പരിശോധനകളാണ് നടക്കുന്നത് എന്നത് സംബന്ധിച്ച് നമുക്കിപ്പോൾ കൃത്യമായി പറയാനാവില്ല. ഇതുവരെ ലഭ്യമായ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ. കിരൺ, തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം വിദേശകാര്യ വിദഗ്ധൻ ശ്രീ KP ഫാബിയാൻ ചേരുകയാണ്. ശ്രീ KP ഫാബിയാൻ, BBCയുടെ ഡൽഹിയിലെയും മുംബൈയിലെയും ഓഫീസുകളിൽ റെയ്ഡ് നടക്കുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവിടെ ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ജീവനക്കാരുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. ഇത് BBC ഡോക്യുമെന്ററി പുറത്തു വന്ന അതിന്റെ വിവാദത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു പരിശോധന എന്നതാണ് ഏറ്റവും വലിയ വിവാദത്തിന് ഇടയാക്കുന്ന കാര്യം. താങ്കൾ എങ്ങനെ ഈ സാഹചര്യങ്ങളെ കാണുന്നു? ഇത് അന്താരാഷ്ട്ര തലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തെ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുമോ? അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഇന്ത്യയുടെ ഇമേജിനെ ബാധിക്കും. കാരണം ഇങ്ങനെയുള്ള ഒരു റെയ്ഡിന്റെ ആവശ്യമെന്താണെന്ന് ഉള്ള ചോദ്യത്തിന് എന്ത് മറുപടിയാണ് ഇന്ത്യ കൊടുക്കുക? നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇന്ത്യയിലെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, അതിൽ പ്രസ് ഫ്രീഡം മാത്രമല്ല, മീഡിയയുടെ ഫ്രീഡം മാത്രമല്ല, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എല്ലാവർക്കും. അത് എന്താ പറയുക, ഇന്ത്യയിൽ അത് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അന്താരാഷ്ട്രീയ തലത്തിലുള്ള ഒരു അനുമാനം. ആ അനുമാനത്തെ ഇത് തട്ടിപ്പെടുത്തും. പക്ഷേ ഇതിന്റെ വിശദാംശങ്ങൾ എനിക്കിപ്പോഴും അറിയില്ല. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് സംഭവിക്കുന്നത് കൊണ്ട് ഇന്ത്യയുടെ റെപ്യൂട്ടേഷന് അത് ഹാനികരമാണ്. ഇതിപ്പോൾ
BBC പോലെ ഒരു സ്ഥാപനത്തിൽ ഇത്തരം ഒരു പരിശോധന നടക്കുന്നു, അതും ഒരു പക്ഷേ പകപോക്കൽ എന്ന് കരുതാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു പരിശോധന എന്നത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ളതാണോ? അസാധാരണമായ ഒരു നടപടിയായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് അസാധാരണമായിട്ടുള്ള നടപടിയാണ്. തന്നെയുമല്ല, ഇത്തരത്തിലുള്ള പകപോക്കൽ അതൊരു ബൂമറാങ് ഇംഗ്ലീഷിൽ പറഞ്ഞതായി തിരിച്ചടിയാകും എന്നാണ് എന്റെ അനുമാനം. ഇപ്പോൾ കോൺഗ്രസിന്റേത് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ അൺഡിക്ലെയർഡ് എമർജൻസി എന്ന നിലയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെയും കേന്ദ്ര സർക്കാരിനെതിരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു ശത്രുക്കളെ നേരിടാൻ എന്ന തരത്തിലുള്ള വിവാദങ്ങളുണ്ട്. പക്ഷേ അതൊക്കെയും ഓരോ വ്യക്തികൾക്കെതിരെയും രാജ്യത്തിനകത്തുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെയും ഒക്കെയായിരുന്നു. ഇതിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന BBC പോലെയുള്ള ഒരു മാധ്യമത്തിനെതിരെ എന്ന് വരുമ്പോൾ അതിന്റെ പ്രത്യാഘാതവും വളരെ വലുതായിരിക്കുമോ? തീർച്ചയായിട്ടും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിപ്പോൾ നല്ല കാര്യമല്ല. പക്ഷേ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പ്രതികരണങ്ങളൊന്നും. ശരി, വളരെ നന്ദി ശ്രീ KP ഫാബിയാൻ, നയതന്ത്ര വിദഗ്ധൻ. ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടി തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. BBC ഓഫീസുകളിൽ ഡൽഹിയിലും മുംബൈയിലും ഇപ്പോഴും റെയ്ഡ് തുടരുകയാണ്. രാവിലെ 11:30 റെയ്ഡ് ആരംഭിച്ചത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പ്രതികരണങ്ങളും വരുന്നു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ് രാജ്യത്ത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഇതുൾപ്പെടെയുള്ള പ്രതികരണം. എന്തായാലും വലിയ വിവാദമായി തന്നെ ഇത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. മുഖ്യമന്ത്രി പോകുന്ന റൂട്ടിലുള്ളവർ വീട്ടിൽ അടച്ചിരിക്കേണ്ട അവസ്ഥയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, ജനാധിപത്യ കേരളമാണ്. പിണറായി സർക്കാരിന് വികൃതമായ മുഖമെന്നും സതീശൻ വിമർശിച്ചു. രാപ്പകൽ സമരത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സതീശൻ. കേരളത്തിലെ ജനങ്ങൾ വെള്ളവസ്ത്രം ധരിക്കുന്നവർ എല്ലാ ദിവസവും തലേ ദിവസം റൂട്ട് നോക്കണം. മുഖ്യമന്ത്രി ഏതി കൂടിയാണ് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ റൂട്ട് നോക്കിയിട്ട് വേണം വഴിയിലിറങ്ങാൻ. മുഖ്യമന്ത്രി ഏതെങ്കിലും റൂട്ടിൽ കൂടി പോകുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ളവർ വീടിനകത്ത് കയറി വാതിലടച്ചിരിക്കണം, പുറത്തിറങ്ങാൻ പാടില്ല. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുന്നത്? ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നത്? കരുതൽ തടങ്കലിൽ ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യാൻ, വീടുകളിൽ പോയി അറസ്റ്റ് ചെയ്യാൻ. പെരുമ്പാവൂരിൽ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്, യൂത്ത് കോൺഗ്രസിന്റെ യോഗം. വന്ന് പെട്ടെന്ന് പോലീസ് വളഞ്ഞ് എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അവർ ചോദിച്ചു എന്താണ് അവിടെ ചെന്നിട്ട് പറയാന്ന് പറയും. പോലീസ് സ്റ്റേഷനിൽ ചെന്ന പറയാ വൈകുന്നേരം ഇത് ഉച്ചയ്ക്കാണ്, വൈകുന്നേരം ആകുമ്പോ മുഖ്യമന്ത്രി അതിൽ കൂടി പോകുന്നുണ്ട്. അത് കാരണം ഉച്ചയ്ക്ക് യോഗം ചേരാൻ പാടില്ലെന്ന്. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല മിസ്റ്റർ പിണറായി വിജയൻ, ഇത് ജനാധിപത്യ കേരളമാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് കരുതൽ തടങ്കൽ പാടില്ല എന്ന്. കരുതൽ തടങ്കൽ പാടില്ല. എറണാകുളത്ത് ഒരു പെൺകുട്ടിയാണ് കോളറിൽ പിടിച്ച് വലിച്ച് തലക്കടിച്ച് ഒരു CI അകത്തേക്ക് കയറ്റിയത്. പോലീസുകാരോട് ഞാൻ സ്നേഹപൂർവ്വം ഒരു കാര്യം പറയാം, രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കരുത്. പിണറായിയെ പേടിച്ച് കേരള ജനതയ്ക്ക് വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയെന്ന് KC വേണുഗോപാൽ. K സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ MP-മാർ ഹൈക്കമാൻഡിന് കത്ത് നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്നും KC വേണുഗോപാൽ കണ്ണൂരിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷയുടെ പേരിൽ മണ്ഡലം സമ്മേളനം പോലീസ് തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. എറണാകുളം കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. പോലീസ് ബാരിക്കേഡ് പ്രവർത്തകർ തകർത്തു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. GST നഷ്ടപരിഹാരം വൈകുന്നു എന്നത് CPM-ന്റെ ക്യാപ്സൂൾ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കിട്ടാനുള്ള നികുതി ചോദിച്ചു വാങ്ങാതെ അധിക ഭാരം ജനങ്ങളുടെ തലയിലിടുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. രാപ്പകൽ സമരത്തിലാണ് നേതാക്കളുടെ പ്രതികരണം. ഇന്നലെ ആരംഭിച്ച UDF-ന്റെ രാപ്പകൽ സമരം സമാപിച്ചു. നികുതി പിരിച്ചെടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടത് മറയ്ക്കാനാണ് അനാവശ്യവാദങ്ങൾ നിരത്തുന്നതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. രേഖകൾ നൽകാത്തതിനാൽ 5000 കോടിയുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തിരുവനന്തപുരത്ത് രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഒരു കൺഫ്യൂഷനും വേണ്ട.
നിയമസഭയിൽ പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതായത് CPM ക്യാപ്സൂൾ ഇറക്കി ഇടയ്ക്കിടയ്ക്ക്. അയ്യോ ഞങ്ങൾ എല്ലാ ഡോക്യുമെന്റും കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കോമ്പൻസേഷൻ കിട്ടിയല്ലോ, ഇനി 750 കിട്ടാനുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ബാലഗോപാൽ മറച്ചു വെച്ചത് എന്താ? IGST പൂളിൽ നിന്ന് കിട്ടേണ്ട 5 കൊല്ലം കിട്ടേണ്ട 25,000 കോടി രൂപയുടെ ഡോക്യുമെന്റ് കൊടുത്തോ? ബജറ്റിലെ നികുതി വർധന പിൻവലിക്കില്ലെന്ന തീരുമാനത്തിലൂടെ സർക്കാർ പ്രതിപക്ഷത്തെയല്ല ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കോഴിക്കോട് രാപ്പകൽ സമരത്തിന്റെ സമാപനം PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സർവ്വജനങ്ങളെയും ബാധിക്കുന്ന ഒരു നികുതി, ഒരു അൺപോപ്പുലർ നികുതി എന്നും ആദർശപരമായി തന്നെ UDF-ഉം LDF-ഉം ഒക്കെ എതിർത്ത, കേരളം എതിർത്ത, ഒരു കൺസ്യൂമർ സ്റ്റേറ്റായ കേരളം എതിർത്ത ഈ അധിക ഇന്ധന നികുതി അങ്ങ് ഏർപ്പെടുത്തുകയും എല്ലാം കഴിഞ്ഞ് കുഴിച്ചു മൂടിയ പോലെ ആ നിലയിൽ കേരളത്തെ ആക്കിയ ഈ സമരം അതുകൊണ്ട് തന്നെ വളരെ 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 ഗൗരവമുള്ള ഒന്നാണ്. കൊല്ലത്ത് NK പ്രേമചന്ദ്രൻ MP-യും കോട്ടയത്ത് മോൻസ് ജോസഫ് MLA-യും UDF രാപ്പകൽ സമരത്തിന്റെ സമാപനത്തിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. GST വിഹിതം സംബന്ധിച്ച പാർലമെന്റിലെ ചോദ്യത്തിനെ തുടർന്നുള്ള രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. NK പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിൽ പിഴവുണ്ടെന്ന് സംസ്ഥാന സർക്കാർ വാദിക്കുമ്പോൾ സർക്കാർ തെറ്റിദ്ധാരണ പടർത്തുകയാണെന്നാണ് NK പ്രേമചന്ദ്രന്റെ മറുപടി. GST വരുമാനത്തിൽ വളർച്ച കൈവരിച്ചുവെന്ന് കേരളം അവകാശപ്പെടുമ്പോൾ വീണ്ടും നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൽ അർത്ഥമില്ലെന്ന വാദമാണ് NK പ്രേമചന്ദ്രൻ ഉയർത്തുന്നത്. സംസ്ഥാനത്തിനുള്ള GST വിഹിതം സംബന്ധിച്ച് NK പ്രേമചന്ദ്രന്റെ ചോദ്യവും കേന്ദ്ര ധനമന്ത്രിയുടെ വിമർശന മറുപടിയും ചൂടേറിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കേരളം കണക്ക് സമർപ്പിക്കാറില്ലെന്ന നിർമ്മലാ സീതാരാമന്റെ മറുപടി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനമായി മാറി. ഇതോടെ NK പ്രേമചന്ദ്രൻ ഉന്നയിച്ച ചോദ്യത്തിൽ തന്നെ പിഴവുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. കേരളം ആവശ്യപ്പെടാത്തൊരു കാര്യം അവിടെ ഉന്നയിച്ച് കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്നും മറ്റും വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ ആർക്കാ ഗുണം? കേരളത്തിന് കിട്ടേണ്ട വരുമാനം ഇല്ലാതാകും. മറ്റൊന്ന്, ഡിവിസിവ് പൂളിൽ നിന്നുള്ള പണം കേരളത്തിന് അർഹമായ നികുതി വരുമാനത്തിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം, കേരളം ഉന്നയിക്കുന്നത്. അക്കാര്യത്തെ സംബന്ധിച്ചും അവിടെ കേരളത്തിന് ഇപ്പൊ കിട്ടുന്നത് 1.92%. കേരളത്തിന് 3.5% അർഹതയുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ 18,000 കോടി രൂപയെങ്കിലും ഒരു വർഷം അധികം കിട്ടണം. ഈ രണ്ട് കാര്യങ്ങളും അവിടെ ഉന്നയിച്ച് കേരളത്തിന് വേണ്ടി വാദിക്കേണ്ടതിന് പകരം കേരളം കണക്ക് കൊടുക്കുന്നില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ട് ആർക്കാകണം? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനല്ല. ശരിക്കും കേരളത്തിന് കണക്ക് കൊടുത്തില്ലെങ്കിൽ, AG അംഗീകരിച്ചില്ലെങ്കിൽ, മറ്റ് കണക്കുകളില്ലെങ്കിൽ 750 കോടി ഒഴിച്ച് ബാക്കി പണം കിട്ടുമോ? എന്നാൽ തന്റെ ചോദ്യത്തിൽ പിഴവുണ്ടായിട്ടില്ലെന്നാണ് NK പ്രേമചന്ദ്രന്റെ നിലപാട്. 20% GST വളർച്ച കൈവരിച്ചു എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോൾ GST നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിൽ സാങ്കത്യമുണ്ടോ എന്നാണ് NK പ്രേമചന്ദ്രന്റെ ചോദ്യം. സംസ്ഥാന ധനമന്ത്രി തന്നെ അവകാശപ്പെടുന്നു കേരളത്തിൽ നികുതി വരുമാന വളർച്ചാ നിരക്ക് 20% കഴിഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോൾ എങ്ങനെയാണ് GST കോമ്പൻസേഷൻ സംസ്ഥാനത്തിന് ലഭിക്കുക? മാധ്യമങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം നിർഭാഗ്യകരമാണ്. കാരണം തങ്ങളുടെ വീഴ്ച എന്നിട്ട് എസ്കേപ്പിസം സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ തെറ്റുണ്ടെങ്കിൽ ഇക്കാര്യം വീണ്ടും പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടുമെന്നാണ് പ്രേമചന്ദ്രന്റെ നിലപാട്. GST കുടിശ്ശിക സംബന്ധിച്ച് കേന്ദ്ര ധനമന്ത്രി പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് ബാലഗോപാൽ തെളിയിക്കണമെന്ന് KC വേണുഗോപാൽ പറഞ്ഞു. അങ്ങനെ തെളിയിച്ചാൽ പാർട്ടി കൂടെയുണ്ടാകുമെന്നാണ് KC വേണുഗോപാലിന്റെ നിലപാട്. 2017 മുതലുള്ള ആവശ്യമായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചിട്ടില്ല എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ആരോപണമാണ് ധനമന്ത്രി ഉന്നയിച്ചത്, അതും ഫ്ലോർ ഓഫ് ദ ഹൗസിൽ. അപ്പോൾ അത് തെറ്റാണെങ്കിൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? ധനമന്ത്രിക്ക് അത് പ്രിവിലേജാണ്. അത് തെറ്റാണെങ്കിൽ ധനമന്ത്രി സഭയിൽ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിവിലേജാണ്, സഭയെ തെറ്റിദ്ധരിപ്പിക്കലാണ്. കേരള സർക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് തയ്യാറായാൽ ഞങ്ങൾ തയ്യാറാണ് ധനമന്ത്രിക്കെതിരെ പ്രിവിലേജ് കൊടുക്കാൻ. കോൺഗ്രസ് തയ്യാറാണ്. GST നഷ്ടപരിഹാരം അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നായിരുന്നു നേരത്തെ ബജറ്റിലടക്കം കേരളം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ 2017 മുതൽ AGയുടെ സർട്ടിഫിക്കറ്റ് കേരളം ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഇന്നലെ നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ നൽകിയ മറുപടി. ന്യൂസ് 18 തിരുവനന്തപുരം. കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ വീണ്ടും പരാതി. ക്യാൻസർ രോഗിയായ വീട്ടമ്മ ചികിത്സാ പിഴവ് മൂലം 1 മാസത്തിലധികമായി ദുരിതമനുഭവിക്കുകയാണ്. കടമക്കുടി സ്വദേശിനിയായ ശാന്തയ്ക്ക് നീതി തേടി മകൻ മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി ശാന്ത ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുന്നുണ്ട്. 2012 സ്തനാർബുദത്തിന് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അതിന് പിന്നാലെ 1 വർഷം മുൻപ് ഗർഭപാത്ര സംബന്ധമായ അർബുദവും പിടിപെട്ടു. ഇതിന്റെ ചികിത്സ തുടരുന്നതിനിടെ കഴിഞ്ഞ മാസം 9 കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ എത്തിയ ശാന്തയോട്
സ്കാൻ ചെയ്യാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. സ്കാൻ ചെയ്യുന്നതിന് മുൻപ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതായി വന്നു. എന്നാൽ കൈഞ്ഞരമ്പിൽ എടുക്കേണ്ട ഇഞ്ചക്ഷൻ തെറ്റായ രീതിയിൽ ത്വക്കിലാണ് എടുത്തത്. ഇതുമൂലം കൈ നീരുവെച്ച് വീർക്കുകയും സ്കാൻ ചെയ്യാൻ കഴിയാതെ വീട്ടിലേക്ക് തിരികെ പോരുകയും ചെയ്തു. വീട്ടിലെത്തിയതോടെ സ്ഥിതി വഷളായി. നീര് കൂടുകയും അതികഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തതോടെ ശാന്തയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. തുടർന്ന് ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ. അവിടെ നിന്നും ഡിസ്ചാർജ് ആയെങ്കിലും കൈ പൂർവ്വസ്ഥിതിയിലാകാത്തതിനാൽ പറവൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് മൂലം ശാന്തയും കുടുംബവും അനുഭവിക്കേണ്ടി വന്ന വേദനയും ദുരിതവും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. വീഴ്ച വരുത്തിയവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയും ചികിത്സാ ചിലവടക്കം നഷ്ടപരിഹാരം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. നമുക്ക് ഒന്നാമത് ഭയങ്കര വേദനയാണ്. അപ്പം ഇങ്ങനെ പരാതി അവർക്കെതിരെയാണ്, ആശുപത്രിക്കെതിരെയാണ് പരാതി കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇതനുസരിച്ച് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്. 10-35 ദിവസമായി അമ്മ ചികിത്സയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ എന്തെങ്കിലും സഹായമൊക്കെ നമുക്ക് നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അമ്മ അനുഭവിച്ച വേദന നേരിൽ കണ്ട ഈ മകൻ നീതി തേടി മുഖ്യമന്ത്രിക്കും പോലീസിനും പരാതി നൽകിയിരിക്കുകയാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ ആരോഗ്യവകുപ്പ് കണ്ടില്ലെന്ന് നടിക്കരുത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയാണ് വേണ്ടത്. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ടോം കുര്യാക്കോസ്, ന്യൂസ് 18 കൊച്ചി. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കോഴ വാങ്ങിയ സംഭവത്തിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഹൈക്കോടതി. ഗൂഢാലോചനയുണ്ടെങ്കിൽ പുറത്തുവരണമെന്നും എപ്പോൾ വിളിപ്പിച്ചാലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസ് 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ സിപിഎം കൌൺസിലർ ഷാനവാസ് നഗരസഭാ കൌൺസിലിൽ പങ്കെടുത്തതിനെ തുടർന്ന് പ്രതിഷേധം. പ്രതിപക്ഷ കൌൺസിലർമാർ യോഗത്തിന്റെ അജണ്ട കീറിയെറിഞ്ഞു. ഷാനവാസ് രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ തെളിവില്ലാതെ എന്തിന് രാജിയെന്ന നിലപാടിലാണ് ഷാനവാസ്. അദാനി വിവാദമടക്കം പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അദാനിയുമായി ബന്ധപ്പെട്ട് ബിജെപിക്ക് ഒളിക്കാനും ഭയക്കാനും ഒന്നുമില്ലെന്ന് അമിത്ഷാ പറഞ്ഞു. देश की कैबिनेट के सदस्य नाते जब सुप्रीम कोर्ट ने किसी मैटर को सीज किया हो उस वक्त मेरे लिए बोलना ठीक नहीं होगा, परंतु इसमें बीजेपी के लिए कुछ छुपाने को नहीं है और ना किसी बात से डरने की जरूरत है. मैंने एक രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖാർഗെയുടെയും പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കിയതിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ ആരോപണങ്ങളോട് അമിത്ഷാ പ്രതികരിച്ചു. സഭാരേഖകളിൽ നിന്ന് അംഗങ്ങളുടെ പരാമർശം നീക്കുന്നത് ആദ്യമല്ല. സഭ്യമായ ഭാഷ ഉപയോഗിച്ച് ചട്ടപ്രകാരം ചർച്ച നടക്കേണ്ട സ്ഥലമാണ് പാർലമെന്റെന്നും ഷാ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടല്ല PFI നിരോധനമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. PFI തീവ്രവാദത്തെയും മതവിദ്വേഷത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ടാണ് PFIക്കെതിരായ നടപടികൾ വേഗത്തിലാക്കിയതെന്നും ഷാ പറഞ്ഞു. മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുന്ന ത്രിപുരയിൽ സീറ്റുകളുടെ എണ്ണവും വോട്ട് ഷെയറും വർദ്ധിപ്പിച്ച് BJP അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയും അമിത്ഷാ പങ്കുവച്ചു. BJPയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന് മനസ്സിലായതോടെയാണ് CPM-ഉം കോൺഗ്രസും ഒന്നിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരമില്ലെന്നും ഷാ പറഞ്ഞു. ത്രിപുര നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ് മുന്നണികൾ. BJP IPFT സഖ്യത്തിനും CPM കോൺഗ്രസ് സഖ്യത്തിനും പുറമെ തിപ്രമോത്ത പാർട്ടിയും ശക്തമായ സാന്നിധ്യമായി മത്സരരംഗത്തുണ്ട്. 50-ലധികം സീറ്റുകൾ നേടി അധികാരം നിലനിർത്തുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണ BJPക്ക് പോയ കോൺഗ്രസ് വോട്ടുകൾ മടങ്ങിവരുമെന്നും ഇടത് കോൺഗ്രസ് വോട്ടുകൾ ഒപ്പം നിർത്താനായാൽ BJPയെ പരാജയപ്പെടുത്താനാകുമെന്നുമാണ് കോൺഗ്രസ് CPM നേതാക്കളുടെ പ്രതീക്ഷ. 42 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന തിപ്രമോത്ത പിടിക്കുന്ന വോട്ടുകളായിരിക്കും ത്രിപുര വിധിയിൽ ഇത്തവണ നിർണായകമാവുക. സാമ്പത്തിക സാക്ഷരതാ വാരത്തിന് തുടക്കമിട്ട് RBI. ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം എന്ന പ്രമേയത്തെ ആസ്പദമാക്കിയാണ് സാമ്പത്തിക സാക്ഷരതാ വാരം RBI സംഘടിപ്പിക്കുന്നത്. ഉപഭോക്താക്കളിലും സാധാരണക്കാരിലും സാമ്പത്തിക വിഷയങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് RBIയുടെ ലക്ഷ്യം. സമ്പാദ്യശീലം, ആസൂത്രണം, ബജറ്റിംഗ്, ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളുടെ വിവേകപൂർണമായ ഉപയോഗം എന്നീ വിഷയങ്ങളിൽ ഊന്നൽ നൽകിയാണ് ഈ വർഷത്തെ സാമ്പത്തിക സാക്ഷരതാ പ്രചാരണം.
കേരളത്തിലെ പ്രമുഖ ബാങ്കുകളിലെയും സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി. വാരാചരണത്തിന്റെ ഭാഗമായുള്ള പോസ്റ്ററുകൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ തോമസ് മാത്യു പ്രകാശനം ചെയ്തു. 17-ന് സാമ്പത്തിക സാക്ഷരതാ വാരാചരണം സമാപിക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ ഫിറ്റ്നസ് സ്ഥാപനമായ ഐബിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിറ്റ്നസ് സ്റ്റഡീസിൽ നിന്ന് ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയ 50ഓളം വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പസ് പ്ലേസ്മെന്റ് ഡ്രൈവ് കൊച്ചിയിൽ നടന്നു. IACT, ആക്റ്റീവ് IQ, അറബ്സ് ഇന്ത്യ, NABT എന്നിങ്ങനെ നിരവധി അംഗീകാരങ്ങൾ നേടിയ കേരളത്തിലെ ഒരേയൊരു ഫിറ്റ്നസ് ട്രെയിനിംഗ് സ്ഥാപനമാണ് ഐബിഎസ്. കേന്ദ്ര സർക്കാരിന്റെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള സ്കിൽ ഇന്ത്യ മിഷൻ അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൊച്ചി ഐബിസ് ക്യാമ്പസിൽ വെച്ച് നടന്ന പ്ലേസ്മെന്റ് ഡ്രൈവിൽ സൌത്ത് ഇന്ത്യയിലെ പ്രമുഖ ഫിറ്റ്നസ് മേഖലകളിൽ പങ്കാളിക്കായുള്ള അന്വേഷണത്തിൽ യഥാർത്ഥ വ്യക്തികളെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന സന്ദേശമാണ് ക്യാമ്പയിൻ നൽകുന്നത്. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ സംസ്ഥാനത്ത് മാതൃകയാകുകയാണ് മലപ്പുറം പോലീസിന്റെ കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനം. ഇതിനകം 100 കേസുകൾ പിടികൂടിയ പോലീസ് പിടിച്ചെടുത്തത് 81.812 കിലോ സ്വർണ്ണമാണ്. ഇതിന്റെ മൂല്യം 42 കോടി രൂപയിൽ അധികം വരും. കഴിഞ്ഞ വർഷം ജനുവരി അവസാനം മുതലാണ് കരിപ്പൂരിൽ പോലീസ് സ്വർണ്ണക്കടത്ത് പിടികൂടാൻ പ്രത്യേക സംവിധാനം തുടങ്ങിയത്. പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെ കണക്കു തന്നെ പറയും ഈ സംവിധാനം എത്രമാത്രം ഫലപ്രദമാണെന്ന്. പോലീസ് പിടിച്ചെടുത്ത 81.812 കിലോ സ്വർണത്തിന്റെ മൂല്യം 42,72,06,689 രൂപ വരും. കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവരിൽ നിന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കിടത്തുന്ന സ്വർണം എക്സ്റേ പരിശോധനകൾ വരെ നടത്തിയാണ് പോലീസ് കൈയോടെ പിടികൂടുന്നത്. സ്വർണം കണ്ടെത്തുന്നവർ മാത്രമല്ല, കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാനെത്തുന്ന ആളുകളും പോലീസിന്റെ പിടിയിലാകുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാൻ വന്ന 4-അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അർജുനായങ്കി അടക്കമുള്ള കുപ്രസിദ്ധ കള്ളക്കടത്തുകാരെയും ഇക്കാലയളവിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കള്ളക്കടത്തുകാർ മാത്രമല്ല, 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഇതുവരെ പിടികൂടിയത്. ഈ മാതൃക മറ്റ് വിമാനത്താവളങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ ആലോചിക്കുന്നുവെന്ന് DGP അനിൽകാന്ത് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം.